ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും സമസ്തയുമായുള്ള ഭിന്നത അവസാനിപ്പിക്കാൻ കഴിയാതെ ലീഗ് പാർട്ടി നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തിയ സമസ്തയിലെ യുവനിരയുടെ നീക്കങ്ങളാണ് മുസ്ലിം ലീഗിന് തലവേദനയാകുന്നത്. പ്രശ്നം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നു. സമീർ, പറയൂ. SKN ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ അവരുടെ എംപിമാർ അവർ മത്സരിക്കുന്ന പൊന്നാനിക്കും ഒപ്പം തന്നെ മലപ്പുറത്തിനുമൊപ്പം മറ്റൊരു സീറ്റ് കൂടി അവർക്ക് ലഭിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും ഉറച്ച വോട്ട് ബാങ്കാണ് സംസ്ഥ EK വിഭാഗം. അതുകൊണ്ട് തന്നെ EK വിഭാഗത്തെ ഇപ്പോൾ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുക മുസ്ലിം ലീഗിന്റെ വോട്ടിനെ ആയിരിക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥയുമായി ഇഴഞ്ഞു നിൽക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള ഒരു ആശങ്കയോട് കൂടിയാണ് മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും നേതാക്കൾ തമ്മിൽ ഇരുന്നു കൊണ്ട് ഒരു വിശദമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുകയും ആ ചർച്ചകൾക്കൊടുവിൽ ഈ വിഷയം പരിഹരിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ട്. പക്ഷേ ഇപ്പോഴും അത്തരത്തിലുള്ള നടപടികളൊന്നും ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, പല വിഷയങ്ങൾ ഒരു വേളയിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ സംസ്ഥയിൽ ചില സഖാക്കളുണ്ട്, ആ സഖാക്കളാണ് സമീപകാലത്തെ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിലുള്ളത് എന്നുള്ള പരാമർശം നടത്തിയിരുന്നു. അത് വിവാദമാവുകയും ചെയ്തിരുന്നു. അതിന് ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള റാഫി മൊയ്ൻ അലി തങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വലിയ പരാമർശം. അതായത് വധഭീഷണി ഉൾപ്പെടെ പുറത്തു വന്ന ഒരു സാഹചര്യം. കൂടാതെയാണ് അദ്ദേഹം ഇനിയുള്ള ശേഷിക്കുന്ന കാലം ചക്രക്കസേരയിൽ ഇരിക്കേണ്ടി വരും എന്നുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ വരുന്നു. ആ വിഷയത്തിലൊന്നും ലീഗ് നേതാക്കൾ ഒരു കാര്യമായൊരു ഇടപെടലേക്ക് നടത്തിയിരുന്നില്ല. പക്ഷേ മൊയ്ൻ അലി തങ്ങൾക്കെതിരെ ഉയർന്ന ആ വിമർശനം സംസ്ഥ വലിയ രീതിയിൽ അത് ഉൾക്കൊള്ളുകയും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ആ വേളയിലാണ് പിന്നീട് റാഫിയെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്ത് വന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുന്നത്. അടുത്ത 2, 3, 4 തീയതികളിലായിക്കൊണ്ടാണ് SKSSFന്റെ സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SKSSFന്റെ 35ാം വാർഷിക സമ്മേളനത്തിന് കോഴിക്കോട് കടപ്പുറം സാക്ഷിയാകാനിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട്. സംസ്ഥയുടെ തലപ്പത്തേക്ക് മൊയ്ൻ അലി തങ്ങളെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം ഒരു പ്രബല വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായ ഒരു കാര്യമല്ല. അത് മൊയ്ൻ അലി തങ്ങൾ വരുന്നത് നന്നാവില്ല എന്നുള്ള ഒരു നിലപാട് ലീഗ് നേതൃത്വം. സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.